ഹായ് കൂട്ടുകാരെ, സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ 56 ക്വസ്റ്റ്യൻസ് ആണ്. പേജ് നമ്പർ 56 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യനിലോട്ട് പോകാം. In the first picture below, an equilateral triangle is drawn with vertices on the circle, and of two of these vertices are joined to a point on the circle. In the second picture, a square is drawn with vertices on the circle, and the two of its vertices are joined to form a point on the circle. In each picture, calculate the angle marked. ചുവടെയുള്ള ആദ്യത്തെ ചിത്രത്തിൽ മൂലകളെല്ലാം ഒരു വൃത്തത്തിലായ സമഭുജ ത്രികോണം വരച്ച് അതിൻ്റെ രണ്ട് മൂലകൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ മൂലകളെല്ലാം ഒരു വൃത്തത്തിലായ സമചതുരം വരച്ച് അതിൻ്റെ രണ്ട് മൂലകൾ വൃത്തത്തിലെ ഒരു ബിന്ദുവായി യോജിപ്പിച്ചിരിക്കുന്നു. രണ്ട് ചിത്രത്തിലെയും അടയാളപ്പെടുത്തിയിരിക്കുന്ന കോൺ കണക്കാക്കുക. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് മനസ്സിലാവും ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഒന്നാമത്തെ പിക്ചർ. ഒന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഒരു സർക്കിളിന് എന്ത് കത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. എന്താ ഇക്വലേറ്ററൽ ട്രയാങ്കിളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൂന്ന് വശങ്ങൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മൂന്ന് വശങ്ങൾ മാത്രമാണോ? അല്ല, മൂന്ന് ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ മൂന്ന് ആംഗിൾ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആംഗിൾ എത്രയായിട്ട് കിട്ടും, മൊത്തം ഒരു ട്രയാങ്കിൾ 180 ആണ്. സോ അതിന് മൂന്ന് കഷ്ണമാക്കുമ്പോൾ നമുക്ക് ഒരു കഷ്ണമായിട്ട് എത്ര കിട്ടും, 60 എന്ന് കിട്ടും. സോ ഒരു ആംഗിൾ എത്രയാണ് നീട്ടി, നമുക്ക് 60 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരണം. ഓക്കെ, സോ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിനകത്ത് ഞാനിതാ ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ കാണിക്കുന്നുണ്ട്. ഈ ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ രണ്ട് വെർട്ടെക്സ് എടുത്തു. രണ്ട് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂലകൾ എടുത്തു. ഈ രണ്ട് മൂലകൾ തമ്മിൽ എന്ത് ചെയ്യുന്നത്, സർക്കിളിൽ ഒരു പോയിന്റിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഗ്രീൻ ലൈനായിട്ട് നിങ്ങൾക്ക് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഈ സർക്കിളിൻ്റെ ഈ പോയിന്റിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ സർക്കിളിൽ മുട്ടുന്ന ആ പോയിന്റിലുള്ള രണ്ട് ലൈൻസും കൂടിയിട്ടുണ്ടാവുന്ന ആംഗിളാണ് ഇത് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. റെഡ് ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആംഗിളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അത് ഈ ചിത്രം ചെയ്യാം. അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിലോട്ട് പോകാം. ഓക്കെ, സോ ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിനകത്ത് ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, എത്രയായിരിക്കും എന്ന് പറഞ്ഞു, നമ്മൾ 60 പറഞ്ഞു. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് സുഖമായിട്ട് വരും. സോ ഞാനിതിനൊരു പേര് കൊടുക്കുകയാണ്, ABCD. ഓക്കെ, ഇങ്ങനെയാണ് പോയിന്റ് കൊടുത്തേക്കുക. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിൾ ഏതാ, ആംഗിൾ ADB ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. ആംഗിൾ ADB ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്കറിയാം ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓൾ ആംഗിൾസ് ആർ ഈക്വൽ ആണല്ലോ. ഓക്കെ, ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാണ് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C എന്ന് പറയും. എത്രയാണ് നമുക്കറിയാം, 60. എങ്ങനെ കിട്ടിയേ, 180 ആണ് മൊത്തം ആംഗിൾ. അതിന് ഞാൻ 3 കഷ്ണമാക്കി ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും, 60 എന്ന് കിട്ടും. സോ ഒരു ആംഗിൾ എത്രയാണ് കിട്ടി, 60 ആണ് കിട്ടി. ഓക്കെ ആണല്ലോ, ഞാൻ ഫിഗറിൽ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ആംഗിൾ A എന്ന് പറയുന്നത് 60, ആംഗിൾ B എന്ന് പറയുന്നത് 60, ആംഗിൾ സിയും എന്താണ്, 60. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആംഗിൾ D ആണല്ലേ. ഓക്കെ, സോ ആ വേർട്ടെക്സ് ഒന്ന് നോക്കി, ആംഗിൾ സിയും ആംഗിൾ ഡിയും എവിടെ കിടക്കണമെന്ന് നോക്കി, കണ്ടോ, സർക്കിളിൻ്റെ മുകളിലാണല്ലോ. എയും വെർട്ടെക്സ് ബിയും അതുപോലെ എവിടെ കിടക്കണേ നോക്കുക, അതും സർക്കിളുമ്പിലാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ABCD എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററായിട്ട് കൺസിഡർ ചെയ്തൂടെ. അങ്ങനെ സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ് ചെയ്യാൻ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, സപ്ലിമെൻ്ററി ആയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്ത്, അതായത് പോയിന്റ് Aയും Bയും Cയും Dയും സർക്കിളിൻ്റെ മുകളിലാണ്. സോ അതൊരു ക്വാഡ്രിലേറ്ററാണ്. ക്വാഡ്രിലേറ്ററിൻ്റെ സർക്കിളിൻ്റെ മുകളിലായ എല്ലാ വെർട്ടിസസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് എന്തായിട്ട് മാറി, സൈക്ലിക് ക്വാഡ്രിലേറ്റർ. നമുക്ക് എഴുതി വയ്ക്കാം, ക്വാഡ്രിലേറ്ററൽ ABCD ഈസ് സൈക്ലിക്. കാരണം എന്താണെന്ന് ബ്രാക്കറ്റിൽ എഴുതി വയ്ക്കാമല്ലോ, ഓൾ വെർട്ടിസസ് ആർ ഓൺ ദ സർക്കിൾ ആണ്. ഓക്കെ ആണല്ലോ, അപ്പോൾ അത് സൈക്ലിക് ക്വാഡ്രിലേറ്ററായി. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആണല്ലോ, എങ്ങനെയാണ് നമുക്ക് എഴുതാം,
ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ഈക്വൽ അല്ല കേട്ടോ, സോറി മിസ്റ്റേക്കാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. എന്താ സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. സോ ഇവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾസ് നോക്കി, എയും ബി ഓപ്പോസിറ്റ് ആണ്. അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് ഏതാ? ഡി ആണ് അല്ലേ? അപ്പോൾ ആംഗിൾ ഡിയും ആംഗിൾ സിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം. ആംഗിൾ സി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടില്ല, എത്രയാണോ? 60 ആണ് നമുക്കറിയാം, കാരണം അത് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 60 പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 മൈനസ് 60 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. സോ എന്ത് നമുക്ക് മനസ്സിലായി? ആ ആംഗിൾ എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇതേപോലെ രണ്ടാമത്തെ ചിത്രം നോക്കി നോക്കി. രണ്ടാമത്തെ ചിത്രം നമുക്ക് എന്ത് തന്നേക്കുന്നത്? ഒരു സ്ക്വയർ ആണ് തന്നേക്കുന്നത് അല്ലേ? സ്ക്വയറിൽ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും, നമുക്കറിയാം അല്ലേ? സ്ക്വയർ ആണെങ്കിൽ എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, സ്ക്വയറിൽ ഒരു ആംഗിൾ എങ്ങനെ വരും? സ്ക്വയറിന് എത്ര 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 ആംഗിൾസ് ഉണ്ട്? 4 ആംഗിൾസ് ഉണ്ട്. സോ 360നെ 4 കട്ട് ചെയ്യുന്ന സമയത്ത് സ്ക്വയറിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാഡ്രിലേറ്ററൽ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. ആ 360 4 കട്ട് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ആയതുകൊണ്ട് എന്താ? ഒരു ആംഗിൾ 90 ആണ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈച്ച് ആൻഡ് എവരി ആംഗിൾ 90 ആണ് കിട്ടി. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് താഴെയുള്ളത് ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ്. എ ബി സി ഡി ഇ എന്ന് കൊടുത്തു വിചാരിക്കും. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏതാ? ആംഗിൾ ഇ ആണല്ലേ? ഓക്കെ, ആംഗിൾ എ ഇ ബി ആണ് എനിക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആണോ? അല്ല, നമ്മൾ മറ്റേന്ന് വെച്ചാൽ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ചെയ്തു, പക്ഷേ ഇവിടെ 5 വശമുണ്ട്, സൈക്ലിക് പെൻറ്റഗണൊക്കെ ആയിട്ട് മാറും. അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെങ്ങനെ ക്വാഡ്രിലേറ്ററൽ ആക്കാം എന്ന് നമ്മൾ നോക്കാം. ഓക്കെ, ഇതിനെങ്ങനെ ക്വാഡ്രിലേറ്ററൽ ആക്കാം നോക്കിക്കേ. ഞാൻ ഈ സി എ എന്ന് പറയുന്ന ഡയഗണൽ അങ്ങ് ജോയിൻ ചെയ്തു. ഓക്കെ, സി എ എന്ന് പറയുന്ന ഡയഗണൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ കിട്ടും. ഏതാ സൈക്ലിക് ക്വാഡ്രിലേറ്റർ നോക്കിക്കേ? ക്വാഡ്രിലേറ്ററൽ എ ഇ ബി സി ഈ സൈക്ലിക് ആണോ നോക്കി നോക്കിയേ. അതെ, ഈ എ എന്ന് പറയുന്ന വെർട്ടെക്സ് സർക്കിളുമിലാണ്, ഇ എന്ന് പറയുന്ന വെർട്ടെക്സ് സർക്കിളുമിലാണ്, ബി എന്ന് പറയുന്ന വെർട്ടെക്സും സർക്കിളുമിലാണ്, സി എന്ന് പറയുന്ന വെർട്ടെക്സും സർക്കിളുമിലാണ്. സോ അതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആയില്ലേ? ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വരച്ചത് എന്തായിരുന്നു? ഒരു ഡയഗണലാണ്. സ്ക്വയറിനൊരു ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ അതും ആംഗിൾസിന് നിർബന്ധമായിട്ട് എന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യും. അതായത് ആംഗിൾ സിനെ എന്ത് ചെയ്തു? ബൈസെക്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു 90/2 ആണ്. അതായത് മൊത്തം 90 ആയിരുന്നു, അതിനെ ബൈസെക്റ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി? 90/2 ആയിട്ട് മാറി. അപ്പോൾ എത്രയെന്ന് കിട്ടും നമുക്ക്? 45 എന്ന് കിട്ടും. ഇനി നോക്കി നോക്കിയേ, ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 180. അതെന്താ അങ്ങനെ എഴുതി? ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് ഈ സൈക്ലിക് ക്വാഡ്രിലേറ്റർ, ഇതാണ് ക്വാഡ്രിലേറ്ററിൽ. ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിക്കാം. ഇതാണ് ക്വാഡ്രിലേറ്ററിൽ. ഈ ക്വാഡ്രിലേറ്ററിൽ എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ സർക്കിളിലാണ്, ഇ എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിലാണ്, ബി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിലാണ്, സി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിലാണ്. സോ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററായി. അതിൻ്റെ ഒരു ആംഗിൾ അല്ലേ ഓപ്പോസിറ്റ് ആംഗിൾസ് കിടക്കുന്നതിലല്ലേ? കണ്ടോ, എ സി ബി എന്ന് പറയുന്ന ഈ ആംഗിളും അതുപോലെ എ ഇ ബി എന്ന് പറയുന്ന ഈ ആംഗിളും. സോ ഇവർ രണ്ടുപേരും സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? സോ അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണ്ടേ? ഓക്കെ ആണ്. സോ നമ്മൾ എ സി ബി എത്രയെന്ന് കണ്ടുപിടിച്ചു? 45 എന്ന് കണ്ടുപിടിച്ചു. 45 പ്ലസ് ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 180 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? 180 മൈനസ് 45 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. സോ ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 135 എന്ന് കിട്ടി. ഓക്കെ, ആംഗിൾ എ ഇ ബി ആണ് കേട്ടോ അത്. ഓക്കെ, ഷോർട്ടായിട്ട് എഴുതുകയാണെങ്കിൽ ആംഗിൾ ഇ, നല്ല ഫുള്ളായിട്ട് എഴുതിക്കോളുക. ആംഗിൾ എ ഇ ബി എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും? 135 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. നമ്മൾ രണ്ട് ആംഗിൾസും കണ്ടുപിടിച്ചില്ലേ? സോ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. സോ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ 4 വെർട്ടിസസും സർക്കിളും ഒക്കെ എടുക്കുന്ന ക്വാഡ്രിലേറ്ററലായിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. ഓക്കെ, സ്ക്വയറിൻ്റെ കാര്യത്തിൽ നമ്മൾ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഉണ്ടായിരുന്നില്ല, നമ്മൾ എന്താക്കി മാറ്റി? അതിനെ സൈക്ലിക് ക്വാഡ്രിലേറ്ററാക്കി മാറ്റി. എങ്ങനെയാണ് ചെയ്തത്? എ സി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഡയഗണൽ നമ്മൾ ജോയിൻ ചെയ്തു. എ സി തന്നെ ആവണമെന്നില്ല കേട്ടോ, ബി ഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ പറ്റും. സോ ഏതാണെങ്കിലും ആ ഡയഗണൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് എന്ത് കിട്ടും? അതൊരു ക്വാഡ്രിലേറ്ററലാക്കി മാറ്റുക. അത് സൈക്ലിക് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്ന് പറയും? സപ്ലിമെൻ്ററി ആണെന്ന് പറയും. ഓക്കെ ആണല്ലോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.